നമസ്കാരം. ഇന്നൊരു വാഹനം വാങ്ങുക എന്നുള്ളത് വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നും പറഞ്ഞതല്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ വളരെ കൂടുതലാണ്. പണ്ട് ലഭിച്ചിരുന്ന ഒരു വാഹനം അല്ലെങ്കിൽ പണ്ടൊരു വാഹനം വാങ്ങാൻ നമ്മൾ മുടക്കുന്ന പൈസയേക്കാൾ വളരെ കൂടുതൽ ഇന്ന് മുടക്കണം. അത് മാത്രമല്ല, പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു സർവീസ് ലഭിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തലവേദനയാണ്, ടെൻഷനാണ്, മാനസിക ബുദ്ധിമുട്ടുണ്ടാകും. തീർച്ചയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ജെനുവിനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ജെനുവിനായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ഞാൻ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഷോറൂമിൽ നിന്ന് നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ടൊരു സർവീസ് ലഭിക്കുന്നുണ്ടോ എന്നൊരു വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് നല്ല ഷോറൂമുകളുണ്ട്, നല്ല രീതിക്ക് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്. അത്തരത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഷോറൂമുകളും അവിടെ ജോലി ചെയ്യുന്ന എംപ്ലോയീസിനോടും എല്ലാവിധ ബഹുമാനത്തോടു കൂടിയും നമ്മൾ കാണുന്നു. എന്നാൽ വളരെ കുറച്ച് പേഴ്സൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സൻറ്റേജ് ഇപ്പോൾ കൂടിക്കൂടി വരുന്നുണ്ട്. അത്തരത്തിൽ ഇതൊരു മാർക്കറ്റിംഗ് രീതിയും അല്ലെങ്കിൽ ഒരു ബിസിനസ് മൈൻഡൊക്കെ ആയിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അതൊരു എൻകറേജ്മെൻ്റ് ആണ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം, പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, പിന്നെ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഷോറൂമിൽ നിന്നും വണ്ടി വാങ്ങിയതിന് ശേഷം പിന്നീട് നമ്മൾ ഫേസ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് ഞാൻ പറയുന്നില്ല, പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് സർവീസാണ്. ഓരോ മാനുഫാക്ചേഴ്സും കൃത്യമായിട്ട് വാറണ്ടി കൊടുക്കുന്നുണ്ട് വാഹനത്തിന്. മാരുതിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും 40,000 കിലോമീറ്ററും അതുമാത്രമല്ല 2 വർഷവുമാണ്. ഒന്നെങ്കിൽ നിങ്ങൾ 2 വർഷം കൊണ്ട് 40,000 കിലോമീറ്റർ ഓടിയിട്ടില്ലെങ്കിൽ ഈ 2 വർഷക്കാലത്തേക്ക് വാറണ്ടി കിട്ടും. അതല്ല, നിങ്ങൾ 6 മാസം കൊണ്ട് 40,000 കിലോമീറ്ററിൻ്റെ മുകളിൽ ഓടിക്കഴിഞ്ഞാൽ വാറണ്ടി തീരും എന്നുള്ളതാണ് അതിനകത്ത് വസ്തുത എന്ന് പറയുന്നത്. പക്ഷേ ടൊയോട്ട പോലെയുള്ള വാഹനങ്ങളൊക്കെ 3 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. ഹ്യുണ്ടായും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വാറണ്ടി എന്ന് പറയുന്ന ഒരു വലിയ ഘടകമുണ്ട്. ആ ഒരു ഘടകം കിട്ടാൻ വേണ്ടിയിട്ടും വണ്ടി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് നമ്മൾ സർവീസ് സെൻറ്ററിനെ ആശ്രയിക്കുന്നത്. ഒരു കോമൺ ആയിട്ട് ഒരാളുടെ ചിന്താഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓഥറൈസ്ഡ് ആയിട്ടുള്ളൊരു സർവീസ് സെൻറ്ററിൽ വണ്ടി കൊണ്ട് കൊടുത്താൽ സമാധാനമായി അവർ വളരെ കൃത്യമായിട്ട് എല്ലാം ചെയ്തു തരും. ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട്, എനിക്ക് വണ്ടി എല്ലാം ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങോട്ട് തരണം. അപ്പം തന്നെ അവർക്ക് മനസ്സിലാവും ഇയാൾക്ക് ഇതിനെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ല, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ യൂസർ മാനുവലിൽ ഓരോ പെയ്ഡ് സർവീസുണ്ട്, ഫ്രീ സർവീസുണ്ട്. അതിലൊക്കെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് നമ്മൾ നോക്കി പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് വണ്ടിയിലേക്ക് നമ്മൾ മുടക്കുന്നത്. അത് തിരിച്ച് കിട്ടത്തുമില്ല. നമ്മൾ മാസം അല്ലെങ്കിൽ വർഷം അല്ലെങ്കിൽ പെട്രോൾ അടിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പണം വീണ്ടും വണ്ടിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു വണ്ടി ഒരു 10 ദിവസം നമ്മൾ വീട്ടിൽ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാഴ്ച, ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ ഒരു 2 മാസമൊക്കെ വീട്ടിൽ കിടന്നു കഴിഞ്ഞാൽ നഷ്ടങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ബാറ്ററി ഡൗൺ ആകും, ടയർ ഫ്ലാറ്റ് ആകും, അതിൻ്റെ ഇലക്ട്രിക്കൽ കോമ്പണൻസിന് പ്രശ്നം വരും. അപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരുന്നാൽ മാത്രമാണ് വണ്ടിക്ക് കൃത്യമായിട്ടുള്ളൊരു ഹെൽത്ത് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓഥറൈസ്ഡ് സർവീസ് സെൻറ്ററുകൾ, അവിടുത്തെ ഫെസിലിറ്റി നന്നായിരിക്കും. അതായത് അവിടെ ഒരു വണ്ടി ലിഫ്റ്റ് ചെയ്യാനും, അതുമാത്രമല്ല, ഇപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയും ഇപ്പം സാധാരണ ലോക്കൽ വർക്ക്ഷോപ്പിലൊക്കെ ആ ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു ഡെക്കറം ഉണ്ടായിരിക്കും, ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും. 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ വണ്ടി ആദ്യം വരുന്നു. ഇപ്പോൾ ടൊയോട്ടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊന്നും പറയേണ്ട കാര്യമില്ല, വളരെ പ്രിസൈസ് ആയിട്ടുള്ള, വളരെ വെരി ഗുഡ് എന്നൊക്കെ നമുക്ക് പറയാം. അത്തരത്തിലുള്ളൊരു സർവീസ് എക്സ്പീരിയൻസ് ആണ് ടൊയോട്ടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അത് വിടാം, നമ്മൾ ടൊയോട്ടയുടെ കാര്യം ഇവിടെ പറയുന്നില്ല. എന്നിരുന്നാൽ പോലും മറ്റ് പല വാഹന നിർമ്മാതാക്കളുടെ കമ്പനികൾ അല്ലെങ്കിൽ മറ്റ് പല വാഹന നിർമ്മാതാക്കളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവരുടെ എല്ലാം ഷോറൂമുകൾ അല്ലെങ്കിൽ സർവീസ് സെൻ്ററുകൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും, ഇപ്പോൾ ഇൻക്ലൂഡിങ് ടൊയോട്ട ആണെന്നുണ്ടെങ്കിലും ഒരു പ്രോസസ്സ് ഉണ്ടായിരിക്കും. 1 by 1 ആയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടായിരിക്കും. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, കസ്റ്റമർക്ക് അവരവരുടെ വാഹനങ്ങൾ സർവീസ് ചെയ്യുന്നത് കാണാനുള്ള ഒരു ഓപ്ഷൻ എല്ലായിടത്തും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. പ്രൊവൈഡ് ചെയ്യില്ല, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം എനിക്ക് തോന്നുന്നു ടൊയോട്ടയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീൻ വഴി നമുക്ക് കാണാൻ കഴിയും. മറ്റ് പല അപൂർവം ചില വാഹന നിർമ്മാതാക്കളുടെ സർവീസ് സെൻ്ററിലൊക്കെ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ഭൂരിഭാഗം കസ്റ്റമർ വണ്ടി കൊണ്ട് കൊടുക്കുന്നു, കസ്റ്റമർ ചായ കുടിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വീട്ടിൽ പോകുന്നു, മറ്റെന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പർച്ചേസിനൊക്കെ പോയിട്ട് വൈകുന്നേരം വന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ഇരുന്ന് വണ്ടിയിൽ എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് കാണേണ്ടതാണ്. അല്ലെങ്കിൽ കസ്റ്റമർ റിക്വസ്റ്റ് ചെയ്യണം, എന്താണ്
നിങ്ങൾ ചെയ്യുന്നത് എന്നെനിക്ക് കാണണം, അത് കാണാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ടോ എന്ന് ചോദിക്കണം. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഒരു ഉറപ്പ് എന്നുള്ളതാണ്. രണ്ടാമത്, ഒരു സർവീസിന് ചെല്ലുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ മാറണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടായിരിക്കണം. ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണ്, നല്ല രീതിക്ക് സർവീസ് ചെയ്യുന്ന ഒരുപാട് സർവീസ് സെൻറ്ററുകളുണ്ട്. അപ്പോൾ ഓത്തറൈസ്ഡ് സർവീസ് സെൻറ്ററും അതുപോലെ ലോക്കൽ സർവീസ് സെൻറ്ററും നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ലോക്കൽ സർവീസ് സെൻറ്ററുകളിൽ ചെയ്യുന്നത് കുറച്ചും കൂടെ ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ മോശമായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം ഓത്തറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ ചെല്ലുമ്പോഴത്തേക്കും അവിടെ ആ നെട്ട്, ബോൾട്ട് ഇതൊക്കെ അഴിക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടൂള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുപയോഗിച്ച് അവർ വളരെ കൃത്യമായിട്ടായിരിക്കും അതൊക്കെ അഴിക്കുന്നത്. അങ്ങനെ ചെയ്താൽ, ഇതൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ. പക്ഷേ ലോക്കൽ വർക്ക്ഷോപ്പിൽ ഭൂരിഭാഗവും വളരെ റഫായിട്ടൊക്കെ ആയിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. കാരണം വണ്ടി എന്ന് പറയുന്നത് ഇപ്പോൾ സെൻസർ ബേസ്ഡ് ആയിട്ട് ഒരു കമ്പ്യൂട്ടറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ അഴിച്ച് വൃത്തിയാക്കി അതൊക്കെ ചെയ്യുന്ന ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു സ്പേസ് എന്ന് പറയുന്നത് അത്രമേലൊരു സൊഫിസ്റ്റിക്കേറ്റഡോ അല്ലെങ്കിൽ എന്താ പറയുക എലഗൻ്റ് ഒന്നും ആയിരിക്കത്തില്ല ഈ സാധാരണ ലോക്കൽ വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അങ്ങനെ നല്ല രീതിക്കുള്ള ലോക്കൽ വർക്ക്ഷോപ്പുകളുണ്ട് താനും. ഉപയോഗിക്കുന്ന ടൂള് കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യസ്തമായിരിക്കും. എന്നാൽ അവർ കൃത്യമായിട്ട് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെയായിരിക്കും ഓയിലൊക്കെ ചേഞ്ച് ചെയ്യുന്നത്. അതായത് നമ്മൾ പറയുകയാണ്, ഇപ്പോൾ നമ്മുടെ വണ്ടി ഒരു 40,000 കിലോമീറ്റർ ഓടി, അപ്പോൾ ഒരു സിന്തറ്റിക് ഓയിൽ ഒഴിക്കണം. അത് മാത്രമല്ല, ഓയിൽ ഫ്ലഷ് ചെയ്യണം, കൂളൻ്റ് മാറണം. കൂളൻ്റ് മാറുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിക്കണം എന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടായിരിക്കും വിടുന്നത്. അപ്പോൾ അതെല്ലാം നമ്മുടെ മുമ്പിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ആ ചെയ്ത വർക്കിനെ കുറിച്ചിട്ട്. അത് നമുക്ക് കാണാനും കഴിയും. പക്ഷേ ഈ പറയുന്ന ഓത്തറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ സംഭവിക്കുന്ന എന്താണ്, വണ്ടി അകത്തോട്ട് കയറ്റുന്നു, പിന്നെ നമ്മളൊന്നും കാണുന്നില്ല. ഉറപ്പിച്ച് തന്നെ ഞാനൊരു കാര്യം പറയാം, അധികം ഓടാത്ത വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഓയിൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. ഓയിൽ ടോപ്പപ്പ് മാത്രമാണ് നടക്കുന്നത്, 100% പറയാം. രണ്ടാമത്, കൂളൻ്റ് ഒരു 45,000 കിലോമീറ്റർ ആകുമ്പോൾ മാറിയാൽ മതി എന്ന് പറഞ്ഞാലും ഒരു വണ്ടി ഒരു 1,00,000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെയും കൂളൻ്റ് ടോപ്പപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ഈ ടോപ്പപ്പ് പരിപാടികൾ കൂടുതൽ നടക്കുന്നുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. അത് ഓത്തറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ ടോപ്പപ്പ് പരിപാടികളാണ് കൂടുതൽ നടക്കുന്നത്. എന്നാൽ ലോക്കൽ വർക്ക്ഷോപ്പിൽ അത് കൃത്യമായിട്ട് ഡ്രെയിൻ ചെയ്ത് മാറ്റിയിട്ട് പുതിയ കൂളൻ്റ് അല്ലെങ്കിൽ പുതിയ എൻജിൻ ഓയിൽ ഫില്ല് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. എന്തെങ്കിലും ഒരു ചെറിയ പാർട്സിനോ അല്ലെങ്കിൽ ഒരു സൈലൻസറിൻ്റെ ഭാഗത്തു നിന്നൊരു ശബ്ദമോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, ബുഷോ കാര്യങ്ങളൊക്കെ അങ്ങനെ മാറണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പറയും ഒരു പാർട്സ് തന്നെ മാറണം, അല്ലെങ്കിൽ ആ ഒരു നമ്മളെ ഭയപ്പെടുത്തും. മൊത്തത്തിൽ സൈലൻസർ കിറ്റ് മൊത്തമായിട്ട് മാറണം. ചിലപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു ഫ്ലാപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പീസോ ഒക്കെ ഇളകിയതായിരിക്കും. അത് സ്ക്രൂ വെച്ചൊന്ന് ടൈറ്റ് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിക്ക് അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ലോക്കൽ വർക്ക്ഷോപ്പിൽ ചിലപ്പോൾ ഒരു 200 രൂപ 500 രൂപയ്ക്കൊക്കെ ചെയ്തു തരും. ഇവർ പറയും സൈലൻസർ മൊത്തമായിട്ട് മാറണം. അപ്പോൾ കസ്റ്റമറിൻ്റെ ഭാഗത്ത് നിന്ന് വണ്ടിക്ക് എന്തോ പറ്റി, ഇനി ഇത് മാറിയില്ലെങ്കിൽ ടെൻഷൻ. അപ്പോൾ അവർ ആ പൈസ കൊടുത്ത് മാറും. പൈസ കൊടുത്ത് മാറുമ്പോൾ ആലോചിക്കണം, ഈ പാർട്സിൻ്റെ വില പ്ലസ് GST, ലേബർ ചാർജ് പ്ലസ് GST, ഇതെല്ലാം കഴിഞ്ഞൊരു ബില്ല് വരും. അത് കാണുമ്പോൾ കസ്റ്റമറിൻ്റെ കാര്യം എന്തായിരിക്കും, പിന്നെ ഒന്നും പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പാർട്സുകൾ നിർബന്ധിച്ച് കസ്റ്റമറിനെ കൊണ്ട് മാറിക്കും. രണ്ടാമത്, ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ഇവർക്കൊരു ടാർഗറ്റ് കാണും. അതാണ്, ഇവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആ മന്ത്ലി ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കുഞ്ഞു പിള്ളേരെ ഇട്ട് ഓടിക്കുന്നത് സ്ഥിരമാണ്. അത് ഓത്തറൈസ്ഡ് ഷോറൂമിൽ അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ട്രെയിനീസ് ആയിട്ട് ഇറങ്ങുന്ന പിള്ളേരുണ്ട്. പ്രോപ്പറായിട്ടുള്ള എന്താ പറയുന്നത്, ഒരു സ്ഥലത്ത് പണി പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന് അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിലൊക്കെ നിൽക്കുന്ന പിള്ളേർ, ഇവന്മാർ പണിയും പഠിക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം നമ്മൾ ലോക്കൽ വർക്ക്ഷോപ്പിൽ നിൽക്കുമ്പോഴത്തേക്കും ശരിക്കും ആ ലോക്കൽ വർക്ക്ഷോപ്പിൽ നമ്മുടെ കൺമുമ്പിൽ വെച്ചിട്ട് കൃത്യമായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ അറിയാവുന്ന ഒരാളായിരിക്കും ഇത് അഴിച്ച് കൃത്യമായിട്ട് ഓയിൽ മാറുകയോ അല്ലെങ്കിൽ കൂളൻ്റ് മാറുകയോ അല്ലെങ്കിൽ ബ്രേക്ക് ഓയിൽ മാറുകയോ, അതല്ലെന്നുണ്ടെങ്കിൽ ഗിയർ ഓയിൽ. ഈ ഗിയർ ഓയിലൊക്കെ മാറുക എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അവർ സ്കിപ്പ് ചെയ്തൊക്കെ വിടും. പിന്നെ പല കാര്യങ്ങളും നമ്മൾ ഒരിക്കലും ഹറിവറി ചെയ്യരുത്. പെട്ടെന്നൊരു വണ്ടി കൊണ്ടു കൊടുത്തിട്ട് എനിക്ക് 2 മണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ വണ്ടി തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തരില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഷോറൂമിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുറത്തെ വർക്ക്ഷോപ്പിലാണെന്നുണ്ടെങ്കിലും അവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു സമയം കൊടുക്കണം, എങ്കിലാണ് വർക്ക് പെർഫെക്റ്റ് ആവുകയുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാറണ്ടി കിട്ടാൻ വേണ്ടി മാത്രം ഷോറൂമിൽ കൊണ്ടുപോയി, അല്ലെങ്കിൽ ഷോറൂം എന്ന് പറഞ്ഞാൽ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി സർവീസ് ചെയ്യിക്കുക. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മൾ എയർ ഫിൽറ്റർ മാറുകയോ അതല്ലെന്നുണ്ടെങ്കിൽ ക്യാബിൻ ഫിൽറ്റർ മാറുകയോ ഒക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യണം. വണ്ടി അവർ ധൃതി പിടിച്ചിട്ടായിരിക്കും നമുക്ക് തരുന്നത്. പെട്ടെന്ന് സർവീസ് കഴിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്ത് തരും കേട്ടോ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. വണ്ടി കാണുമ്പോൾ വളരെ കുട്ടപ്പനായിരിക്കും,
അത് മാത്രമല്ല ആ ടയറിലൊക്കെ ഒരു സൊല്യൂഷനൊക്കെ തേച്ച് നല്ല തിളങ്ങി വെക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ പ്രഭയിൽ നമ്മളിങ്ങനെ എന്താ പറയുക നോക്കി നിന്ന് പോകും. നമ്മൾ നേരെ പോയിട്ട് ബോണറ്റ് പൊക്കുക, വണ്ടിയുടെ അകം എന്താണെന്ന് നോക്കുക, വണ്ടി ക്ലീൻ ആണോ എന്ന് നോക്കുക, എൻജിൻ ഓയിലിൻ്റെ ക്യാപ്പൊന്ന് തുറന്ന് നോക്കുക, അല്ലെങ്കിൽ കൂളൻ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ കസ്റ്റമർ വിജിലൻ്റ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യും. പിന്നെ ഫീഡ്ബാക്കിനും അങ്ങനെയുള്ള കോളുകളൊക്കെ വരും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ, അവരുടെ സർവീസ് നല്ലതായിട്ട് തോന്നിയിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും റേറ്റിംഗ് കുറച്ച് തന്നെ കൊടുക്കുക. നിങ്ങൾ കൃത്യമായിട്ടൊരു നല്ല റാപ്പ് ഉണ്ടാക്കാൻ നോക്കുക. അവരോട് കാര്യങ്ങൾ പറയുക. എനിക്ക് ടോപ്പപ്പ് അല്ല വേണ്ടത്, എനിക്ക് എഞ്ചിൻ ഓയിൽ കംപ്ലീറ്റ് ആയിട്ട് മാറണം, അതുപോലെ കൂളൻ്റ് കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യണം. കൂളൻ്റ് ചേഞ്ച് ചെയ്യേണ്ട പീരീഡ് ആകുമ്പോൾ ചേഞ്ച് ചെയ്യണം. ഗിയർ ഓയിൽ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം, ബ്രേക്ക് ഓയിലിൻ്റെ കാര്യം അത് പറയുക. സസ്പെൻഷൻ ചെക്ക് ചെയ്യണം. അത് മാത്രമല്ല ബ്രേക്ക് ചെക്ക് ചെയ്യണം, ബ്രേക്ക് ഫ്ലൂയിഡ് ചെക്ക് ചെയ്യണം, പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡ് ചെക്ക് ചെയ്യണം. അത് മാത്രമല്ല വാഹനത്തിൻ്റെ മൊത്തത്തിലുള്ള ഇലക്ട്രിക്കൽ ഭാഗങ്ങൾ ചെക്ക് ചെയ്യണം. എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്ത് വൃത്തിയാക്കിയിട്ട് വണ്ടി തരാവുള്ളൂ എന്ന് പറയണം. അപ്പോൾ അങ്ങനെ ഒരു നല്ല ഒരു റാപ്പ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അവർക്ക് മനസ്സിലാവും ഈ കസ്റ്റമർ പ്രശ്നക്കാരനാണ്, ഈ കസ്റ്റമർ വണ്ടി കിട്ടിയതിന് ശേഷം എല്ലാം ചെക്ക് ചെയ്യും, എല്ലാ കാര്യങ്ങളും നോക്കും എന്ന് മനസ്സിലാക്കുമ്പോൾ അവരതിൻ്റേതായിട്ടുള്ള രീതിക്ക് ചെയ്യും. അത് ആ മാനേജറോട് കൃത്യമായിട്ട് പറയും. അല്ലാതെ വേറെ ചില ഷോറൂമുകളുണ്ട്, നല്ല ബിൽ ക്വാളിറ്റിയൊക്കെ നൽകുന്ന വാഹനങ്ങൾ നിർമ്മിക്കുന്ന ഷോറൂമിൽ വണ്ടി കൊടുത്താൽ പോലും മൈൻഡ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയും പറയണം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. ഇതിനെക്കുറിച്ച് കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു, പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിലും. നന്ദി, നമസ്കാരം.